അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഇപ്പം സ്പോട്ട് നോമിനേഷൻ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആദില നൂറയൊക്കെ വന്ന് ഓൾറെഡി ഇപ്പുറത്തെ സൈഡിൽ ഏറ്റവും ഇങ്ങേ അറ്റത്ത് സീറ്റ് പിടിച്ചു. ബിക്കോസ് അവർക്ക് ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിൽ എല്ലാവരും നോമിനേറ്റ് കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്നുള്ളെന്ന രീതിയിൽ നെവിനെയൊക്കെ ഇരുത്താതെ അവർ ആദ്യമേ ഇപ്പുറത്തെ സൈഡിൽ സീറ്റൊക്കെ പിടിച്ചായിരുന്നു. പക്ഷേ നമ്മുടെ ബിഗ് ബോസ് ഏട്ടൻ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് പറയുകയാണ് സ്പോട്ട് നോമിനേഷനാണ്. പബ്ലിക്കായിട്ട് എല്ലാവരും നോമിനേറ്റ് ചെയ്യുക. എവിടെ നിങ്ങൾ നിൽക്കുന്നു അവിടെ നിന്നുകൊണ്ട്, ടോയ്ലറ്റിലാണെങ്കിൽ ടോയ്ലറ്റിൽ, ബെഡ്റൂമിലാണെങ്കിൽ ബെഡ്റൂമിൽ എവിടെ നിൽക്കുന്നു അവിടെ നിന്നുകൊണ്ട് നിങ്ങളെ നോമിനേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്തത് അനീഷാണ്. നമ്മുടെ അനീഷ് ഭയങ്കര വൈസായിട്ടാണ് കേട്ടോ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സാബുമാനെയും അതേപോലെ നൂറയുമാണ്. സാബുമാനെ അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സാബുമാൻ ഒട്ടും ആക്റ്റീവല്ല, ടാസ്കിലാണെങ്കിലും ആക്റ്റീവല്ല, കണ്ടൻറ്റ് കൊടുക്കുന്നതിലും ആക്റ്റീവല്ല, ഒന്നിലും ആക്റ്റീവല്ല. അപ്പം അനീഷ് അങ്ങനെയാണ് റീസൺ പറഞ്ഞത്. അതേപോലെ നൂറയുടെ കാര്യവും ഉള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നൂറ ഒട്ടുമേ ആക്റ്റീവല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അനീഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊക്കെ അവർ നമ്മുടെ ആര്യനും അനുമോളും അതൊക്കെ അതേപോലെ ഒളിച്ച് നിന്ന് അത് കേൾക്കുന്നൊക്കെ ഉണ്ട് സെറ്റിയുടെ അടിയിലെങ്ങാണ്ടിരുന്നിട്ട്. അപ്പം ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അനീഷ് ഏറ്റവും നല്ല വൈസായിട്ടുള്ള ഡിസിഷനാണ് തൻ്റെ നോമിനേഷനിൽ എടുത്തിരിക്കുന്നത്. മറ്റു പലരും വിചാരിച്ചു അവരെയൊക്കെ പറയുമെന്ന്, പക്ഷേ അനീഷ് അതൊന്നും ചെയ്തില്ല. അനീഷിൻ്റേതായിട്ടുള്ള രീതിയിൽ ഏറ്റവും കറക്റ്റായിട്ടാണ് അനീഷ് ഇവിടെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള നോമിനേഷൻ അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.